എണ്ണം പറഞ്ഞ മാസ സിനിമകൾ കൊണ്ടും മാസ നായകന്മാരെ കൊണ്ടും സമ്പന്നമാണ് മലയാള സിനിമ എന്നറിയാം. അക്കൂട്ടത്തിലേക്ക് ഒരു ഹിറ്റ് ചിത്രത്തിന്റെ നായക പരിവേഷം കൂടി നമ്മൾ കാണാനിടയാണ്. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. വിശേഷമായിട്ട് കൂടിയുള്ളത് അഖിൽ മാരാറാണ്. നമസ്കാരം. ഇൻട്രോയിൽ തന്നെ ഊക്കാന്നല്ലേ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഈ മാസ് പരിവേഷം ബിഗ് ബോസിൽ കണ്ടു, അത് കഴിഞ്ഞിട്ടുള്ള പ്രസ്താവനകളിൽ കണ്ടു, ഇപ്പൊ അത് തിരശ്ശീലകളിലാണ്. ഒരു ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് ചോദിക്കുമ്പോൾ മാത്രമേ വിളമ്പാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷെ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഇഷ്ടങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തിരശ്ശീലയിൽ നിന്നാണ് തുടങ്ങുക, അല്ലെ? ഇത് ബാക്കി പരിവേഷങ്ങളൊക്കെ കണ്ടിട്ടാണ് സ്ക്രീനിലോട്ട് വരുന്നത്. മലയാളത്തിൽ ഇപ്പൊ നല്ല ക്ലാസ് പടങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ അതെ ഒരു കാരണമുണ്ട്. ഞാൻ ഇതിലേക്ക് കാരണം പറഞ്ഞില്ല. അതങ്ങനെ ഒരു സാഹചര്യം വന്നാലും ഞാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാരണമുണ്ട്. നിന്റെ എനിക്ക് ആവശ്യത്തിൽ അധികം പോപ്പുലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. അതൊരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്ന അത്യാവശ്യം സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടി കുണ്ടിനാ. അപ്പോൾ എനിക്ക് ആ സിനിമയിലേക്ക് എത്താൻ എനിക്ക് മറ്റൊരു വലിയൊരു കാരണം ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കാരണമായിരുന്നു അത്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? അല്ലാതെ ഇതിൻ്റെ കഥ ഞാൻ കേട്ടിട്ടില്ല. ഈവൻ ഇതിൻ്റെ ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്ത് വളരെ ഡീമോട്ടിവേറ്റ് ചെയ്ത് പുള്ളിയുടെ ഈ ഒരു പ്രോജക്റ്റിൽ ഞാൻ ഒരിക്കലും വരില്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം പക്ഷേ ഞാൻ നായകൻ ഞാനല്ല എന്നുള്ള കാര്യം സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു സ്ഥലത്ത് പോലും നായകനാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ലോകന്റെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് ആരെ നായകനാണ്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ. പിന്നെ സിനിമയുടെ നിലവാരം എന്ന് പറയുന്നത് അതിന് ചെലവഴിക്കുന്ന പൈസ, അതിന്റെ ടെക്നിക്കൽ ടീമിന്റെ ബ്രില്യൻസ്, ഇതെല്ലാം ഒരു ഘടകമാണ്. സിനിമ എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഞാൻ മനസ്സിലാക്കിയോളം മാരാർ അങ്ങനെ നോ പറയാൻ മടിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരാൾ സ്വീകരിക്കാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചു? അല്ല, തനിക്ക് ഈ പണി നല്ലതല്ല, അറിയില്ല. ഇവിടെ നോക്ക്, ആധാരം എഴുത്തല്ല തിരക്കഥ, തനിക്ക് ഭാവനയില്ല, ജീവിത അനുഭവവും ഇല്ല. അപ്പോൾ ശരിക്കും അങ്ങനെ വരുന്ന ഒരാൾ സ്ക്രിപ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെ കുറിച്ചോ ഇതിന്റെ മേക്കിനെ കുറിച്ചോ ഇതിന്റെ ആകെ തുകയെ കുറിച്ചോ ചിന്തിക്കാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചിട്ട് അതിൽ ഭയങ്കരമായിട്ട് ആകുലത കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും? ലക്ഷക്കണക്കിനായ സിനിമാസ്വാദകർ താങ്കളുടെ കലാവിരുതുകൾക്കായി കാത്തിരിക്കുകയാണ്. മുമ്പിൽ വിശാലമായി തുറന്നു കിടക്കുന്ന സിനിമാ പ്രപഞ്ചത്തിലൂടെ നിർബാധം വിഹരിക്കാനും കംപ്ലീറ്റ്ലിയും നമ്മളിലേക്ക് ഫോക്കസ്ഡ് ആണ്. അല്ല, ഒരു സിനിമയുടെ ലീഡ് ആര് ചെയ്യുന്നു? അതല്ല, ലാലേട്ടൻ മമ്മൂക്ക പടം വന്നിട്ടുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഡയറക്ടറിനും റൈറ്ററിനും പറഞ്ഞേക്കാൾ ആദ്യം പഠിക്കുക ലാലേട്ടൻ മമ്മൂക്ക. ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് പട്ടിച്ചോണിക്കാൻ മാറിക്കാൻ പറഞ്ഞ കുറെ നേരെ രാവിലെ ജോലി ചെയ്യാൻ വന്നാൽ ജോലി ചെയ്യണം, അല്ലാതെ കൂടെ ജോലി ചെയ്യാൻ വന്നവരെ വെറുപ്പിക്കല്ല.